നഖം ഈ വെളുത്ത ഭാഗം മാത്രമേ മുറിക്കാൻ അനുവാദമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കയറ്റി മുറിക്കാൻ അനുവാദമില്ല. കാരണം എന്താ? ഇതിൽ നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ ഉടമ രാജാതിരാജനായ റബ്ബാണ്. അതുകൊണ്ട് ഇതേ കയറ്റിയിട്ട് ആവശ്യമില്ലാത്തൊന്നും ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെയുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞു പോകാൻ ആവശ്യമാകുന്ന പണി ചെയ്യലും നിഷിദ്ധമാണ്. അതിനോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാലാകാലം നരകത്തിലാണ്. പെട്ടെന്ന് ഒറ്റ ബുദ്ധിക്കൊക്കെ ചെയ്യ ഒരു ഭാഗത്തും ഇടം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാവുകളാണ് ആത്മഹത്യ ചെയ്യുന്ന ആത്മാവുകൾ. കാരണം അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ അതിനുള്ള അജൽ എത്തുന്നതിന് മുമ്പ് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടിട്ട് ആത്മാവ് നീങ്ങിപ്പോവുകയാണ്. ഇതാണ് ആത്മഹത്യ. സഹോദരിമാരെ ചെയ്യരുത് കേട്ടോ. ഒറ്റടിക്കൊക്കെ ചെയ്യുന്ന, ഒറ്റ ബുദ്ധിക്ക് ചെയ്യുന്ന പലരും സഹോദരിമാരാ. ഭർത്താവ് വന്നു കഴിയുമ്പോൾ കൂട്ടാത്തിന് ഉപ്പ് കൂടിയെന്നും പറഞ്ഞ് ഒരു ഒച്ച എടുത്തു കഴിഞ്ഞാല് അയാൾ ഓഫീസിലേക്ക് പോകുമ്പോ അപ്പൊ തന്നെ എടുത്ത് കിണറിലേക്ക് കിണറി ചാടുന്നതിനാ ഇവനെ ജയിലിൽ കയറ്റണം, എന്നെ എത്ര ഇടങ്ങേറാക്കി. ഇയാള് ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് വിളിക്കും, പാത്തുമ്മ അല്ലെങ്കിൽ ഐഷാമ്മ കാണുന്നില്ല. അയലക്കത്തുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി, നമ്മുടെ ഐഷാമ്മാനെ കണ്ടോന്ന്, കാണുന്നില്ല. മൂത്ത കൊച്ചിനെ വിളിച്ചു കന്തുലൂസെ, കന്തുലൂസിനെ കാണുന്നില്ല. ഇളയ കൊച്ചിനെ വിളിച്ചു കുന്തുലൂസെ, അതും കാണുന്നില്ല. എല്ലാ സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് ചുമ്മാ കിണറിലേക്ക് എത്തി നോക്കുമ്പോ മൂന്നെണ്ണം ഇങ്ങനെ കവിഞ്ഞിടക്കുകയാണ്. സംഗതിയൊക്കെ ഇയാൾക്ക് മരണക്കുറിപ്പ് എഴുതി വെച്ചോണ്ട് ഇയാള് പോലീസ് പിടിച്ചു, ഇയാള് ലോക്കപ്പിലുമായി. പിറ്റേ ദിവസം വലിയ വാർത്തയും വന്നു ഫ്രണ്ട് പേജില്. ഐഷാമായും 2 മക്കളും കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു, ഭർത്താവ് അറസ്റ്റിൽ. ഇതോടുകൂടി ഇടപാട് തീർന്നു എന്നാ ഇവള് ധരിച്ചേക്കണേ. അങ്ങനെയല്ല മോളെ. കാലാകാലം നരകത്തില്, കാലാകാലം. റൂഹിന് ഒരു സ്ഥലത്തേക്കും പ്രവേശനമില്ല. നല്ല നിലയ്ക്ക് മരിക്കുന്ന ആത്മാവിനെ നബിത്തങ്ങൾ പഠിപ്പിക്കുന്നു, അനുഗ്രഹീതത്തിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വന്ന് പട്ടിനകത്ത് ഈ ആത്മാവിനെ എടുത്ത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തേക്ക് ആനയിച്ചുകൊണ്ടു. ഖുർആൻ പറഞ്ഞത് അതാണ്. ഖുർആൻ പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ അടുക്കലേ റഹ്മത്തിന്റെ മലക്കുകൾ വന്നോട് പുതിയും. എന്നിട്ട് പറഞ്ഞു, മല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ. വിഷമിക്കല്ലേ. എന്തിനാണ് അസ്വസ്ഥ പിടിക്കുന്നത്? എന്തിനാണ് വേദനിക്കുന്നത്? ഇണയെ വിട്ട് പിരിയുന്നതിലാണോ ദുഃഖിക്കുന്നത്? കച്ചവടശാലയിൽ പോകാത്തോണ്ടാണോ വിഷമിക്കുന്നത്? മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണോ അസ്വസ്ഥത പിടിക്കുന്നത്? വിഷമിക്കണ്ട. അല്ലാഹു തആല നിന്നെ കൊണ്ടുപോകുന്നതായി ഇടം ഇത് കണ്ടോ? സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും, അബ്ശിറൂ ബിൽ ജന്ന. ഖുർആൻ പറയാണ്, സ്വർഗം ഇങ്ങനെ കാണിച്ചിട്ട് അതിന്റെ പടം കാണിച്ചിട്ട് സന്തോഷിപ്പിക്കും. ഇതാ അല്ലാഹു തആല നിന്നെ രക്ഷപ്പെടുത്തിയതായ നരകം കണ്ടോ? അതിന്റെയും ഫോട്ടോ കാണിക്കും. ഇതിൽ നിന്നാണ് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തിയത്, ഇതിലേക്കാണ് അല്ലാഹു തആല നിന്നെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പട്ടേലിങ്ങനെ പട്ടിനകത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഈ ആത്മാവിനെ 7 ആകാശത്തിന്റെ അപ്പുറം പടച്ചതമ്പുരാന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് ഇല്ലിയീൻ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അതാ ഖുർആൻ പറഞ്ഞത്, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. ഇങ്ങനെ കൊണ്ടുപോകും മുകളിലേക്ക്. മർഹബ പാടി ഇങ്ങനെ കൊണ്ടുപോയി, സജ്ജനങ്ങളുടെ ആത്മാവുകളുടെ കൂട്ടത്തിൽ നീയും പ്രവേശിച്ചോ. അതാണ് ആത്മാവുകൾ സന്തോഷിക്കുകയാണ്. തഫ്സീറിനകത്ത് കാണാം, ഈ ആത്മാവുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് സംസാരിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഇവിടുന്ന് പോണ ചെയ്താലിട്ട് ചോദിക്കും, എന്താപ്പാ നമ്മുടെ അമ്മാലിയുടെ വിശേഷമൊക്കെ എന്താണ്? നമ്മുടെ നാട്ടില് പള്ളിയിൽ ഇമാമൊക്കെ മൂപ്പരൊക്കെ തന്നെയാണോ? ഇപ്പൊ നമ്മുടെ പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കണ്ടോ? ആ കൾച്ചർ ഫോറത്തിന്റെ ആൾക്കാരൊക്കെ അവരൊക്കെ തന്നെയാണോ? ഇതൊക്കെ നാട്ടുവിശേഷം എല്ലാം ചോദിക്കുന്നു. അത്ര സന്തോഷത്തിലാണ് അങ്ങോട്ട് കൊണ്ടെത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് നിഷേധികളുടെ ആത്മാവോ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഗ്നിയാലുള്ള പട്ടിനകത്ത് പൊതിഞ്ഞിട്ട്
ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പിടിച്ചു താഴ്ത്തുന്നതാണ്. സബാനിയാക്കളായ മലക്കുകളാണ്, ശിക്ഷയുടെ മലക്കുകൾ. അത് തീക്കകത്ത് പട്ടുകൊണ്ടുണ്ടാക്കിയ തീയുടെ പട്ടിനകത്ത് പൊതിഞ്ഞിട്ട് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ കോഴിക്കുഞ്ഞിനെയെല്ലാം പരുന്തറാഞ്ചി കൊണ്ടുപോകും പോലെ, അതല്ലെങ്കിൽ പാമ്പ് തവളയെ പിടിക്കുന്നത് പോലെ അതിന്റെ ഉള്ളിലേക്ക് ആ തലയും കൂടി കയറി കഴിയുമ്പോൾ ഒരു ശബ്ദം, ആ ഞെരക്കം ഉണ്ടാവുന്ന അടിയിലേക്ക് പോകുമ്പോഴാ ഞെരക്കം. അങ്ങനെ അടിയിലേക്ക് പോയിട്ട് ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലുള്ള സിജ്ജീൻ എന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അവിടെ അദാബിന്റെ ആൾക്കാരാണ്. അപ്പൊ മോളിലേക്ക് അനുഗ്രഹത്തിന്റെ ആളുകള്, താഴേക്ക് അദാബിന്റെ ആളുകള്. എങ്ങും പ്രവേശനം ലഭിക്കാത്ത ഒരു വിഭാഗമാണ് ആത്മഹത്യ ചെയ്ത റൂഹുകൾ. അവരിങ്ങനെ അലഞ്ഞു നടക്കും, എങ്ങും പ്രവേശനാനുമതി ലഭിക്കില്ല. ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെ ആവും. മനുഷ്യരിലേക്ക് മനുഷ്യന്മാര് പറയുന്നു കേട്ടിട്ടില്ലേ തങ്ങളുടെ അതീത്, അല്ലാഹുവേ നീ ഞങ്ങളെ നരകത്തിലേക്കാണെങ്കിൽ അങ്ങോട്ടൊന്ന് മാറ്റി റബ്ബേ. ഒരനിശ്ചിതത്വം, ഇതിന്റെ അന്ത്യം കാണുന്നില്ലല്ലോ. എപ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക? ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ നരകത്തിലേക്ക് മാറ്റിക്കോ, അങ്ങനെ പരാതിയില്ല. ഉണ്ടോ? അത്രമാത്രം ദുരിതമാണ് മാഷറയിലുള്ള നൃത്തം. അല്ലാണ്ട് ഡബിൾ മുട്ട ഓംപ്ലേറ്റ് അടിച്ചിട്ട് മിണുങ്ങളമാരിയുള്ള ഇടപാടൊന്നും അല്ല ഈ മാഷറാന്നവരോട്. എന്ത് ദുരിതപ്പെട്ടതാ. ആ മാഷറേത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ആക്കിക്കോ. ഈ നിലക്കുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ആത്മാവിന് എങ്ങും പ്രവേശനമില്ല. നല്ല ആത്മാവുകൾ മുകളിലേക്കാണ്, ചീത്ത ആത്മാവുകൾ അടിയിലേക്കാണ്. ആത്മഹത്യ ചെയ്തവർ നെട്ടോട്ടോടുക. ഇങ്ങനെ ഓടുമ്പോൾ ചിലരുടെ ശരീരത്തിലെ ചിലരുടെ ആത്മാവുകളിലേക്ക് ഈ ആത്മാവ് കൂട്ടിപ്പിടിക്കും. അങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ മാർക്കറ്റിൽ പോയി വന്നതായ സൈദാലി കാക്ക ഷൈനുവാടെ അടുത്തേക്ക് വരുമ്പോ ഷൈനുവ എങ്ങനെ ഇരിക്കണമെന്നറിയോ? ഒരു തോർത്തൊക്കെ തലയില് വട്ടം കെട്ടി, ആ നൈറ്റിയൊക്കെ എടുത്ത് മടക്കി കുത്തി, ആ കയ്യൊക്കെ അങ്ങോട്ട് തെറുത്ത് കയറ്റി വെച്ച് കസേരയിൽ ഇങ്ങനെ കാലും കയറ്റിയിരിക്കുകയാണ്. സൈദാലി വന്നിട്ട് ചോദിച്ചു, നീ എന്തൊട്ടാടി കൊണ്ട് നമ്മളെ കാണിച്ചേക്കണേ? ഈ തോർത്തൊക്കെ വട്ടം കെട്ടി, അപ്പൊ മീശ എങ്ങനെ പിരിക്കണുണ്ട് താത്ത, നീ എന്തെന്നാടി കാണിക്കണത്? എന്താടാ നീ പറഞ്ഞ എടീന്ന, പിന്നെ നീ പെണ്ണല്ലാണ്ട് പിന്നെ നീ എന്നോലൊക്കെ ആണായത്? ശൈലി മാറി. ഇയാള് മാർക്കറ്റിൽ പോകുമ്പോ ഷൈനുവാക്കൊരു അസുഖമില്ല. ബഹുമാനികളെ, ഡോക്ടറേഴ്സ് ആകുന്ന എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കാണിച്ചു, എല്ലാവരെയും കാണിച്ചു. ഞരമ്പ് കാണിച്ചു, അസ്ഥി കാണിച്ചു, തലച്ചോറ് കാണിച്ചു, എല്ലാം കാണിച്ചു. ആരും രോഗമൊന്നും കാണത്തുന്നില്ല. ഷൈനുവാടെ ശൈലിയൊക്കെ മാറിയിരിക്കുകയാണ്. ഒരു ശേഷി വർത്താനം. സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോ അയാൾ ഭ്രാന്തൊന്നും ഇല്ല എന്നാണ് അയാൾ റിസൾട്ട്. എന്താ സംഭവം മനസ്സിലാവണില്ല. അവസാനം ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു പണ്ഡിതനെ പറ്റി വിവരം കിട്ടി. അവിടെ ഭയങ്കര തട്ടിപ്പി ഐറ്റത്തിലുണ്ട് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞു കരുതി എല്ലാവരും ചികിത്സിക്കാനിരിക്കണം, ഇലാക്കന്മാരെല്ലാം അതിന്റെ ആൾക്കാരാന്നല്ലേ പറഞ്ഞത്. തല കെട്ടിയിട്ടിരിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ തൊക്കി വെച്ചിരിക്കുന്നവരെല്ലാം ചെയ്യുന്നത് ശരിയാന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. ധാരാളം ചൂഷണം ഈ രംഗത്ത് നടക്കുന്നുണ്ട്. ചൂഷണം ഇതങ്ങനെയല്ല, ഖുർആൻ കൊണ്ടിട്ട് ചികിത്സയുണ്ട്. അങ്ങനെ ചികിത്സിക്കുന്ന ഒരു മുഖലിസായ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് വിഷയം പറഞ്ഞു, ഉസ്താദേ മാർക്കറ്റിൽ പോകുമ്പോ ഷൈനുവാക്ക് സൂക്കടൊന്നുമില്ല, ഷൈനുവാക്ക് ഇങ്ങനെയാണ്. അവിടെ കൊണ്ട് നിരത്തിയിട്ട് ഷൈനുവാരെ മൊത്തം തുണിയിട്ടങ്ങ് മൊത്തം മൂടി. നീ എവിടെ ഇരിക്കും? അല്ലാണ്ട് ഇവിടെ ചരട് ഇവക്ക് കെട്ടാനുണ്ട്, നീ പോയി ചരട് മേടിച്ചുകൊണ്ട് അവിടെ എന്റെ അടുത്തുകൊണ്ട് നിർത്തുന്നല്ലേ പറഞ്ഞ. ഒരു തുണിയിട്ട് മൂടിയിട്ട് നീ എവിടെ ഇരിക്കും? ഉസ്താദ് അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അങ്ങോട്ട് ഓതി ഒരൊറ്റ ഊത്ത്. ഊതലൊക്കെ ഉള്ളതാണ്, ഊതണ്ടതുപോലെ ഊതലോന്ന് മാത്രം. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാത്തിൻ മിൻ ശർരി കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. മോളെ, മക്കളെ ഒന്ന് മന്ത്രിക്കുന്നു. ഇസ്റഫുൽ ഖൽഖി നബിയിനാ റസൂലുള്ളാഹി മോളോട് പറഞ്ഞു കൊടുക്കാൻ, ഇത് ഓതി മക്കളെ ഒന്ന് ഊത്. ആ ഊതേണ്ടത് നബിത്തങ്ങൾ കാണിച്ചു കൊടുത്ത ശൈലിയിലാ ഊതിയത്. ശിഫ കൊടുക്ക് റബ്ബേ. ആ ഊത്തിനകത്തൊരു ദുആയുണ്ട്. അല്ലാണ്ട് ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാത്തൊക്കെ പറയും, എന്നിട്ട് നമ്മുടെ അമ്മൂഞ്ഞ് വീഡിയോ വെച്ചിട്ട് ഊതുന്നതാണ്. അതിന് ഫലം കിട്ടൂല. എല്ലാത്തിനും റൂട്ടുണ്ട്. റൂട്ട് തെറ്റുമ്പോഴേ ഫലം കാണാത്ത. ബഹുമാനികളെ, ഈ ഉസ്താദ് ഒരൊറ്റ ഊത്തം ഊതിയപ്പോൾ ഒരൊറ്റ നടക്കം.
സൈനുവാ, നീ മര്യാദയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞോ, നിന്നെ ഞാൻ ഇല്ലെങ്കിൽ ശരിയാക്കും. നീ ആരാ? നീ ആരാന്ന് പറ. ആണിന്റെ കോലാണല്ലോ ഇപ്പൊ കാണിക്കണത്. ഉടനെ സൈനുവാടെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരികയാണ്, ഞാൻ മത്തായിയാണ്. ഏത് മത്തായിയാടാ നീ? ഉസ്താദേ, അപ്പുറത്തുള്ള മാവും കൊമ്പേര് തൂങ്ങിച്ചത്ത മത്തായി. നീ ഇപ്പൊ സൈനുവാടി അടുത്ത് വന്ന് കയറിയതെന്താ? ഉസ്താദേ, എലസമ്മാടി അടുത്ത് ചെന്നപ്പോ കേറാ മാർഗമില്ല, വലസമ്മാടി അടുത്ത് ചെന്നപ്പോ കേറാ മാർഗമില്ല, സൈനുമ്മാടി അടുത്ത് വന്നപ്പോ നല്ല സൗകര്യം കിട്ടി ഉസ്താദേ. എലസമ്മാടി ചെന്നപ്പോ കുരിശോലിക്കാണ്, ബലസമ്മ ഓം നമോ ശിവായ നാരായണാന്നിരുന്ന് പറയാണ്. സൈനുവ എങ്ങനെ വലഞ്ഞ് നടന്ന് TV കാണുവാണ്. നല്ല സൗകര്യം കിട്ടി. ഇതൊന്നും ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ശ്മശാനങ്ങളാക്കല്ലേ മനുഷ്യരെ. ഡെയിലി ഒന്ന് ഖുർആൻ ഓതിക്ക വീട്ടില്, ഒരു ശല്യമോ വീട്ടിലുണ്ടാവില്ല. തയ്യാറില്ല, നമുക്ക് തിരക്കോട്ടും ജോലിയല്ലേ. ജനങ്ങളെ ഉസ്താദ് ചോദിക്കുകയാണ്, എടാ മത്തായി, എന്തിനാടാ കേറിക്കൂടിയത്? സൈനുവാടി അടുത്തല്ല, സൗകര്യം കിട്ടി ഉസ്താദെ, അതുകൊണ്ടിട്ട് കേറിക്കൂടിയതാണ്. എന്നാ നിന്നെ ഞാൻ ശരിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നീ പോകാൻ ഒരുക്കമുണ്ടോ? ഞാൻ പോയിക്കോളാം ഉസ്താദെ, എന്നെ ഉപദ്രവിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്തായി കാണിക്കുന്നത് പോലെ ഒക്കെ കാണിക്കുകയാണ്. മത്തായി വട്ടക്കെട്ട് കെട്ടും പോലെ, മത്തായി മീശ വിരിക്കും പോലെ, മത്തായി തുണി മടക്കി കുത്തും പോലെ, മത്തായി കൈ നിർത്തിയേറ്റ് വെക്കും പോലെ, മത്തായി കാണിക്കണത് എല്ലാം സൈനുവ കാണിക്കുക. ഉസ്താദ് ചോദിച്ചു, നീ പോവോ? ഞാൻ പൊക്കോളാം ഉസ്താദെ. നീ പോകുന്നുള്ളതിന്റെ അടയാളം എന്താ? തെങ്ങിന്റെ ഒരു പച്ചമടൽ ഉരിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇട്ടേക്കാം ഉസ്താദേ. സൈനുവാടി അടുത്ത് ഞാൻ ഒഴിവായി പോവുകയാണ്. ശരി, നീ എങ്ങോട്ട് പോവും? അത് ഉസ്താദ് പറയണോടത്തിലേക്ക് പോകാം. അപ്പൊ ആളെ മനസ്സിലായോ? ഉസ്താദ് മനസ്സിലായോ? മത്തായിനെ എനിക്കറിയാം, അവിടെ തൂങ്ങി ചത്ത മത്തായിയും. അപ്പൊ മത്തായി പൊക്കോളാന്ന് പറയുന്നുണ്ട്. മത്തായിനെ എങ്ങോട്ടാ പറഞ്ഞു വിടണ്ടേ? അതെ ഉസ്താദേ, എന്റെ മൂത്താപ്പ എടുത്തിക്കൊണ്ടിട്ടത്. മൂത്താപ്പ എന്നെ കണ്ടമാനടങ്ങില്ല കേൾക്കുന്നത്. ഇതിന്റെ പേര് സിഹ്ർ എന്നാണ്. 7 പാപങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇജ്തനിബു സബഉൽ മുബിഖാത്ത്. 7 പാപം നിങ്ങൾ പ്രവർത്തിക്കരുത് കേട്ടോ. ആ 7 പാപം നിങ്ങളിൽ നിന്നുണ്ടായാൽ നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പാണ്. അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് മോചനം കിട്ടുള്ളൂ. അങ്ങനത്തെ 7 പാപം. ഒന്നാമത്തേത് ശിർക്ക് ബില്ലാഹ്, പടച്ചവനോട് ശിർക്ക് ചെയ്യലാണ്. ഒന്ന്. രണ്ടാമത്തേത് പറയുന്നു സിഹ്ർ. രണ്ടാമത്തേത് സിഹ്റാണ്. സാമൂഹ്യ ദ്രോഹിയാണ് സിഹ്ർ ചെയ്യുന്നവൻ. ഒരാള് നശിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിന്റെ പേരാണ് സിഹ്ർ. ഇതൊന്നും ഇല്ലാന്നൊക്കെ ആൾക്കാർ പറയണ്ട്. പക്ഷെ ഏതെല്ലാം നിലയ്ക്ക് കച്ചവടം ചെയ്താലും കയറുന്നില്ല, ഏത് ചികിത്സ നടത്തിയിട്ടും സൂക്കേട് മാറണില്ല, എത്രയെല്ലാം സൂക്ഷിച്ചിട്ടും വണ്ടി ഇടിക്കാതിരിക്കണില്ല, ആകെ ഹലാക്കിന്റെ കുടി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏതെങ്കിലും ഉസ്താദ് കാണാം, ഉസ്താദെ ഒരു രക്ഷയില്ല, മുകളിലേക്ക് കയറുന്നില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല. അങ്ങനെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഉസ്താദ് പറയും, ഇത് അസൽ സിഹ്റാണ്. നബി തങ്ങൾക്ക് ചെയ്ത സൂക്കേടാ ഇത്. ഹാറൂത്ത് മാറൂത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതായ പരിപാടിയാണ് സിഹ്ർ. ഐഷ റളിയല്ലാഹു തആല നബി തങ്ങൾ കേട്ടിട്ട് പറയുന്നു, സിഹ്ർ ചെയ്യുന്നവൻ സാമൂഹ്യ ദ്രോഹിയാണ്. ഒരാൾ നശിക്കാനല്ല അവൻ ചെയ്യാ, ഒരു സമൂഹത്തിന് മൊത്തം നാശം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് മുത്താപ്പഴത്തേക്ക് വിടണ്ട. അങ്ങനെ എങ്ങോടെങ്കിലും വിടുന്നത് സിഹ്റിൽ പെട്ടതാണ്. ഉമാരികളെ, അങ്ങനെ ഉസ്താദ് ഈ കാക്ക പറഞ്ഞതുപോലെ അങ്ങോട്ട് വിടണ്ടല്ലോടാ, മുത്താപ്പാടെ അടുത്തേക്ക് വിടണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കാം. അപ്പൊ എങ്ങോടാ? ഇവിടെ പരിസരത്തൊന്നും നീ നിൽക്കാൻ പാടില്ല, ആ പുഴയുടെ നടുക്കുള്ള ദ്വീപിലേക്ക് പോയിക്കൊള്ളണം. അവിടെ ചുറ്റോട്ടൊന്നും നാടില്ല. അതാണ് ഈ ദ്വീപിലൊക്കെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണം. അന്തമാനിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഒരു ദ്വീപം മൊത്തം ഇവരുടെ കേന്ദ്രമാണ്. ആ ഭാഗത്തേക്കൊന്നും മനുഷ്യന് പോകാൻ കഴിയില്ല. മനുഷ്യൻ പോയാൽ മനുഷ്യരെ അപകടപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരൊക്കെ തട്ടിയിടുന്ന സ്ഥലമാണത്. മുഖ്ലിശീങ്ങളായ ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ, മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യില്ല. ജനങ്ങളെ ഇതുപോലെ അലഞ്ഞു നടന്നതായ റൂഹ് ഈ റൂഹിലേക്ക് കയറിയപ്പോൾ റൂഹാനിയായി. അതാണ് നമ്മൾ പറയുന്നത്, ശൈനവാക്ക് റൂഹാനി കയറി. ഒരു റൂഹിന്റെ കൂടെ മറ്റൊരു റൂഹും കൂടെ കെട്ടിപ്പിടിച്ചപ്പോൾ റൂഹാനിയായി, 2 റൂഹ്. അങ്ങനെ പലരും വന്നിങ്ങനെ കൂടും.
പല ആളുകളുടെ സ്വഭാവങ്ങൾ കാണിക്കും. ജനങ്ങളെ ഈ സംഭവിക്കുന്നത് സ്വന്തമായി ജീവൻ അപകടപ്പെടുത്തിയതിന്റെ പേരിലാണ് ആത്മഹത്യ. ഒരു കാരണവശാലും ചെയ്യല്ലേ മോനെ, ചെയ്യല്ലേ മോളെ, കാലാകാലം നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യയുടെ പ്രവർത്തനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആ മനുഷ്യനുള്ള ശിക്ഷ. തൂങ്ങിച്ചാവിലല്ലേ പിന്നെ ജീവൻ, തൂങ്ങിച്ചാവിലല്ലേ പിന്നെ ജീവൻ. ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ ബഹുമാനികളെ, തനിച്ച ഹറാമാണ്. പിന്നെ ആത്മഹത്യ ചെയ്ത ആള് അയാളുടെ അവസ്ഥ ഇതാണെങ്കിലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അടക്കലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അയാളുടെ വിധി ഇങ്ങനെയാണ്, വളരെ മോശമാണ്. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ? വെള്ളിയാഴ്ച രാവ് ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി അല്ല പരാമർശം. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ മരിക്കേണ്ട ബഹുമാനികളെ, അങ്ങനെ ചാവുന്നതിനെ പറ്റി അല്ല ഈ പറയുന്നത്. വെള്ളിയാഴ്ച രാവ് നന്നായി മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഖബറിൽ ഹിസാബില്ല, ഖബറിൽ രക്ഷയാണ്. വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ അതിന്റെ പകലോ എങ്ങനെ മരിക്കണം അത് തന്നെ റബ്ബിനോട് നമ്മൾ തേടുകയാണ്. അല്ലാഹുമ്മ ഹയ്യിനി അലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ്. ചുമ്മാ ചാവണവർക്കല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ. അംബത്തിനി ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ നഹാരിഹാ. എനിക്ക് നീ മരണം തരണം തമ്പുരാനെ, വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ അതിന്റെ പകലോ. എങ്ങനെ മരണം തരണം? പരിപൂർണമായ ഈമാനോടെ പശ്ചാത്താപം സ്വീകരിച്ച നിലയ്ക്ക് മൗത്ത് തരണം റബ്ബേ. അപ്പൊ ജീവിതം ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കണം. മൗത്ത് പരിപൂർണമായും തൗബ സ്വീകരിച്ച നിലയ്ക്ക് ഈമാനോടെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു മരണം വെള്ളിയാഴ്ച രാവോ അതിന്റെ പകലോ കിട്ടിയാൽ ഖബറിലെ ഫിത്നയില്ല. ഖബറിലെ അദാബിനെ സംബന്ധിച്ച് ഭയപ്പെടാത്ത ഒരു ദുആയും പൊന്നാർ നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏത് നിസ്കാരത്തിലാ ഖബറിലെ അദാബിനെ തൊട്ട് അഭയം തേടാത്തത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ ഫിത്നതിഹി. ഖബറിലെ അദാബിൽ നിന്നും അവിടുത്തെ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു റബ്ബേ. ഏത് ദുആയും എടുത്തു നോക്കിക്കോ, നബി തങ്ങളുടെ ഏത് ദുആകളിലും കാണാം ഖബറിൽ നിന്നിട്ട് അഭയം തേടുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറ്റി കേട്ടില്ലേ? ബഹുമാനികളെ, ജന്നത്തുൽ ബഖിയിൽ നിന്നും പൊട്ടിക്കരഞ്ഞു കൊണ്ടുവരികയാണ്. രണ്ട് ഭാഗത്തുകൂടി കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോൾ താടിയിലൂടെ അത് ചാലായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഈ കാണുന്നത്? ബഹുമാനപ്പെട്ട സഹാബത്ത്, മഹ്ശറയിൽ എനിക്ക് കൂട്ടുകാരുണ്ട്, നരകത്തിലാണെങ്കിൽ കൂട്ടുകാരുണ്ട്, സിറാത്തിലാണെങ്കിൽ കൂട്ടുകാരുണ്ട്, ജന്നത്തിലാണെങ്കിൽ കൂട്ടുകാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരിടം അതാരടി മണ്ണിന്റെ അടുത്തിട്ടാകുന്ന ഖബറാണ് സഹാബത്ത്. അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പൊട്ടിപ്പോവുകയാണ്. ഇതൊന്നും ഒരു കഥ പറയല്ല, പറയുന്ന ഈ വിവരം കേട്ട എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വരാൻ പോകുന്ന ഒരു പച്ചപരമാർത്ഥത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഇതൊരു പരമാർത്ഥമാണ്, എല്ലാവർക്കും ആരാ ബഹുമാനികളെ അകപ്പെടാത്തത്? ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. അതാണ് സംഭവിച്ചേക്കുന്നത് ആകെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലം മുതൽ ഈ കാലം വരെ നടന്നുകൊണ്ടിരിക്കുന്ന പരമാർത്ഥം ഇതാണ്. നമുക്കും പോകണം ബഹുമാനികളെ. ഈ ഖബറിൽ നിന്ന് നമ്മളാരും ഒഴിവല്ല. ഖബറിലെ അദാബ് ഭയാനകമാണ് ജനങ്ങളെ. നബി തങ്ങൾ തന്റെ അടുത്ത് കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തപ്പി നോക്കുമ്പോൾ, ഇന്നത്തെ രാത്രി എന്നോടൊപ്പം കിടക്കേണ്ടതാണ്, പക്ഷേ തപ്പി നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങോട്ട് പോയി? എഴുന്നേറ്റ് നോക്കുമ്പോൾ ചറ്റപ്പരയുടെ ഓല കൊണ്ടുണ്ടാക്കിയ വാതിൽ അതിങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്. അതങ്ങോട്ട് നീക്കി നോക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുന്നത് കേൾക്കാം, തേങ്ങി തേങ്ങി കരയുന്നത്
കരയുന്നത് കേൾക്കാം. ശ്രദ്ധിച്ചപ്പോൾ ജന്നത്തുൽ ബഖീഅ ഖബറിടത്തിൽ നിന്നിട്ടാണ് പൊന്നാര നബി തങ്ങളെ റസൂലുള്ളാഹി തങ്ങളെ ഖബറിടത്തിൽ ചെന്നിരുന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ തേങ്ങിയത്? ആയിഷ, ഒറ്റപ്പെട്ട് കിടക്കേണ്ട ഒരേ ഇടം ഖബറിടം മാത്രമാണ്. ഖബർ ഒന്നുകിൽ റൗളത്തും മിൻ റിയാദിൽ ജന്നയ, അല്ലെങ്കിൽ ഹുഫറത്തും മിൻ ഹുഫരിൻ നാറാൻ. ഒന്നുകിൽ നരകക്കുണ്ട്, അല്ലെങ്കിൽ സ്വർഗ്ഗത്തോപ്പാണ്. അദാബിൽ നിന്ന് അഭയം തേടാത്തവരാരുമില്ല. അങ്ങനെയുള്ള ആ ഭയാനകമായ ജീവിതത്തിൽ സ്വസ്ഥമായി സന്തോഷമായി ഒരു ഫിത്നയുമില്ലാതെ സ്വതന്ത്രമായിട്ട് കിടക്കാം. വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ഈമാനോടെ മരിക്കുന്നു. അത് ഈ ദിവസത്തിന്റെ പവറാണ്. നമുക്കൊക്കെ ആർക്കൊക്കെ ആ ഭാഗ്യം കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഊരുമില്ല. നമ്മുടെ ഇടയ്ക്ക് ധാരാളം ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അല്ലേ? ചായക്കടയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞേക്കാം, അവിടെ മമ്മൂഞ്ഞ് മരിച്ചല്ലോ. നീ അറിഞ്ഞില്ലേ? ഇല്ല. എടാ, അവൻ കഞ്ചാവ് ഒന്ന് വലിച്ചാന്താ, അവൻ അവിടെ പെണ്ണിന്റെ കൂടെ പോയിന്ന് പറഞ്ഞു. അങ്ങനെ പോയാ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിച്ച മോന്തുണ്ടെന്ന് മോന്തിയാന്താ. അവൻ ഭാഗ്യവാനല്ലേ? വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പ് പള്ളിക്കാട്ടിലെത്തി. വലിയ വർത്താനം. നേരത്തെ പറഞ്ഞതാ മരണം. ആ നിലയ്ക്ക് മരിക്കുന്നതായ ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ജീവനുള്ളവരെ, നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവ് മരണമുണ്ടോ അല്ലെങ്കിൽ അതിന്റെ പകല് മരണമുണ്ടോ? ഒരു നിലയ്ക്കും പറയാൻ പറ്റൂല. നമുക്ക് അല്ലാഹു തആല ലാസ്റ്റ് ദിവസം എന്നാണ് തീരുമാനിച്ചതെന്ന് അല്ലാഹുക്ക് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള നമ്മൾ ഖബറിടത്തിലേക്ക് എത്തുമ്പോൾ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്കൊരു ഒറ്റമൂലി തരുന്നുണ്ട്. പടപ്പുകളെ, ഒരു ഒറ്റമൂലി നബി തങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ മരുന്ന് നമ്മൾ കഴിച്ചാൽ ഖബറിൽ നമുക്കും ഈ പറയപ്പെട്ട നിലക്കുള്ള സുഖാനന്ദമാണ് ലഭിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യാത്ര പുറപ്പെടുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത സഹാബിയാണ് സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു സംഘത്തിനോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനും നിസ്കരിക്കാനൊക്കെ വേണ്ടി തമ്പ് കെട്ടി അവിടെ ഇറങ്ങി. അങ്ങനെ താമസിക്കാൻ വേണ്ടി ഇറങ്ങി അവര് ഭക്ഷണവും നമസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പരിസരം വീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചില്ല, എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? ശ്രദ്ധിച്ചപ്പോൾ അത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമലാ. അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയിട്ട് മിമ്മായിം മഹീൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളും സഹാബത്തും എവിടെന്നാണ് ഈ കേൾക്കുന്നതെന്ന് ശ്രദ്ധിച്ചെങ്ങനെ അവിടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇദാ ഖബറു ഇൻസാൻ, ഒരു മനുഷ്യന്റെ ഖബറിൽ നിന്നിട്ടാണ് ആ പാരായണം കേൾക്കുന്നത്. ഒരു ഖബറാണല്ലോ അവിടെ ചെന്നത്, അതിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. മഹാനായ നബി തങ്ങളുടെ ഹദറത്തിലെത്തിയതായ സംഘത്തലവൻ ചെന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നബിയേ. ഖബറിടത്തിൽ നിന്നും ഒരു തബാറക്കല്ലദീ സൂറത്ത് കേട്ടു. ഹിയ മുൻജിയ തുൻജിഹി മിൻ അദാബിൽ ഖബർ നബിയനാ റസൂലുള്ളാഹി. തബാറക്കല്ലദീ സൂറത്ത് ഖബറിലെ ശിക്ഷയിൽ നിന്നും നിങ്ങളെ തടയുന്ന പരിചയാണ് സഹാബത്ത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, മൻ ഖറാ തബാറക്കല്ലദീ കുല്ല ലൈലത്തിൻ മനാഹു അല്ലാഹു അസ്സ വജല്ല മിൻ അദാബിൽ ഖബരി നബിയനാ റസൂലുള്ളാഹി. എല്ലാ രാത്രിയിലും തബാറക്കല്ലദീ പതിവാക്കുന്ന ആളെ പടച്ചതമ്പുരാൻ ഖബറിലെ സർവ്വ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്, തടയുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി. ഇനി ഒരു വെള്ളിയാഴ്ച രാവ് നിങ്ങളിവിടെ കൂടിക്കൊള്ളണമെന്നില്ല. ബാവാ മൗലവി ജനങ്ങളോട് ഇതോടെ പറഞ്ഞോളണമെന്നില്ല. അവസാനത്തെ ദിവസം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് ഇരിക്കുന്ന മുഴുവൻ അടിയാറുകളോട് ഞാൻ പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച ഒറ്റമൂലി ഇന്ന് മുതൽ ജീവിതത്തിൽ പകർത്താൻ, അത് നടപ്പിലാക്കാൻ നിങ്ങൾ എല്ലാവരും നെയ്യത്താക്കും ബഹുമാനികളെ. എങ്ങനെ? ഞാൻ പറയുന്നത് പോലെ പടച്ച റബ്ബേ, തബാറക്കല്ലദീ സൂറത്ത് ലഭിച്ചത് മുതൽ ഒറ്റ രാത്രിയിലും പൊന്നാര നബി തങ്ങളത് മുടക്കിയിട്ടില്ലല്ലോ.
അല്ലാഹുവേ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര ദിവസം എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? ഇങ്ങനെ നിയ്യത്താക്കണം. അല്ലാഹുവേ സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന എത്ര രാത്രി എന്നെ നീ ഇവിടെ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ റബ്ബേ? ആ രാത്രി മുഴുവനും തബാറക്കല്ലദി ഓതാൻ ഞാൻ ഈ മജ്ലിസിൽ നിയ്യത്താക്കുന്നു അല്ലാഹ്. അങ്ങനെ നിയ്യത്താക്കണം. ഉറങ്ങാൻ എന്നെ നീ എത്ര രാത്രി അനുവദിക്കുന്നു? എന്റെ ബഹുമാനികളെ, 10,000 ഐസിയുവിൽ കിടക്കുകയാണ്, 10,000 തിയേറ്റർ കാത്ത് കിടക്കുകയാണ്, 10,000 ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു വന്ന് കിടക്കുകയാണ്, 10,000 ബഹുമാനികളെ കയ്യും കാലും ചങ്ങലക്കിട്ട് പൂട്ടിക്കൊണ്ട് ഒരുപാട് ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധുക്കൾ വാരി വായിലേക്ക് ഇട്ടുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് പുറത്തുനിന്ന് ബന്ധുക്കൾ തേങ്ങുകയാണല്ലോ. കാലും കയ്യും കൂച്ചിക്കെട്ടിയിരിക്കുന്ന എന്റെ ഉപ്പ ഇത്രയും ഗുളിക സൈക്കറാറ്റിസ്റ്റിക്ക് കൊടുത്തിട്ടും അല്ലാഹുവേ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ. പടച്ചവനെ, എന്റെ ഉമ്മ ഉറങ്ങുന്നില്ലല്ലോ അല്ലാ, എന്റെ ഭാര്യ ഉറങ്ങുന്നില്ലല്ലോ, ഭർത്താവ് ഉറങ്ങുന്നില്ലല്ലോ. 10,000 ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നു ഉറങ്ങാതെ. പടച്ചവനെ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലോ എന്നുള്ളതായ അലമുറിയോടെ താങ്ങാൻ കഴിയാത്ത വേദന കൊണ്ട് പച്ചയായ ശരീരം കീറിമുറിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ ഞാനൊന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന 10,000 ആശുപത്രി കിടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് വിരിപ്പ് വിരിച്ച് അതിലേക്ക് തലയങ്ങ് ചായ്ക്കേണ്ട താമസം സുഖമായ നിദ്രയിലേക്ക് നിന്നെ ആരാണോ എത്തിച്ചത്? ഏ സഹോദരി, സഹോദര, ആ എത്തിച്ച റബ്ബിനെ മുൻനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇന്നു മുതൽ നിങ്ങൾ ഇത് ചെയ്യാൻ നടത്ത തീരുമാനമെടുക്ക്. ഇങ്ങനെ നെയ്യത്താക്ക്. അല്ലാ, നീ എന്നെ ഈ ഭൂമുഖത്ത് എത്ര രാത്രി ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ടോ ആ രാത്രി മുഴുവൻ പൊന്നാര നബി തങ്ങൾ പതിവാക്കിയ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന തബാറക്കല്ലദി ഞാൻ പതിവാക്കാൻ നെയ്യത്താക്കി റബ്ബേ. ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ മുസ്ലിയാരെ കടയൊക്കെ പൂട്ടി വരുമ്പോഴത്തേക്കും 11 മണിയാവും. എന്നിട്ട് പിന്നെ ഒതു കൊടുത്ത് മുസാഫൊക്കെ എടുത്ത് ഓതിയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമല്ല. ചെയ്യേണ്ടവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഈ ഖൗഫുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം എളുപ്പമാണ്. പടച്ചതമ്പുരാനെ അദാബിനെ ഭയപ്പെടുന്നവർക്ക് എല്ലാം എളുപ്പമാണ്. ഖുർആൻ ബഹുമാനികളെ ഒന്നുമില്ലാതെ എടുക്കാവുന്ന എത്രയോ അവസരങ്ങളുണ്ട്. ഒരു പരിഭാഷ നിന്റെ വീട്ടിലുണ്ട്, തലയ്ക്കുമ്പാത്ത് കൊണ്ടുപോയി അതെടുക്കുന്നതിന് എന്തിനാ ഒതു? ഖുർആന്റെ അക്ഷരത്തെ തൊടാതിരുന്നത്. അല്ലെങ്കിൽ കുറെ ദിക്റുകൾ ഉള്ളതായ ഒരു പുസ്തകമാണ്, അതിനകത്ത് കുറെ ദിക്റുകളുണ്ട്, അതിനകത്ത് തബാറക്കല്ലദി ഉണ്ട്. എന്തിനാ അതെടുക്കാൻ ഒതു? സൂറത്തുൽ മുൽക്ക് മാത്രമായിട്ട് കിട്ടുമോ എന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ ഒരു ഭിത്തിയിൽ ഒട്ടിച്ചു വെക്ക്. എന്തെല്ലാം വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചു വെക്ക്. ഇശാ നമസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിഞ്ഞിട്ട് പോണവര് ചുമ്മാ നിന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് ഓതട്ടെ. ഒരാഴ്ച ഓതുമ്പോൾ നിങ്ങളത് മനഃപ്പാഠമായി. ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഒരു വിഷമമില്ല. എല്ലാവരും നെയ്യത്താക്കി. ഇനി എത്ര വെള്ളിയാഴ്ച രാവ് നമുക്ക് കിട്ടുമെന്നറിയില്ല, എത്ര രാത്രി നമുക്കൂടെ ഉണ്ടാവുമെന്നറിയില്ല. പടച്ചവനെ, ഞാൻ ഈ അമല് നടപ്പിലാക്കാൻ ഈ മജ്ലിസിൽ നെയ്യത്താക്കിയ മുഴുവൻ അടിയാറുകൾക്കും ഭയാനകമായ ഖബറിലെ അദാബിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പടച്ചവനെ, ഇന്ന് ഞാൻ കിടക്കുന്നത് എന്റെ നിർഭയമായ ഭവനത്തിലെ സ്വതന്ത്രമായ എന്റെ മുറിയിലാണ് റബ്ബേ. എസിയിലാണ് ഞാൻ, പട്ടുമെത്തയിലാണല്ലോ. നാളെ എനിക്ക് കിടക്കാനുള്ളത് 6 അടി മണ്ണിന്റെ അടിത്തട്ടിലാണല്ലോ റബ്ബേ. ഇന്ന് കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ നാളെ ഞാൻ കിടക്കുന്ന ഖബറിലാണ്. ആ ഖബറിലേക്കുള്ള സുരക്ഷാ വലയം ഞാൻ എടുത്തിട്ടില്ലല്ലോ പടച്ചവനെ. അത് തോന്നുവാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഓതിക്കോതെ പറക്കല്ലേ. എല്ലാ ദിവസവും കിടക്കാൻ പറ്റൂല മോനെ. അസ്ബഹ മാലുക്കൽ മജ്മൂഉന ഹബാ വറുത്തീല ബഅദകൽ ഖസ്റുൽ മസീദു
സാറ ബനൂക അയതാമൻ സിഗാറാ വഅന ഖൽസകൽ ബഅലുൽ ജദീദു. ഇന്ന് നിന്റെ മാറിൽ നിന്നും മുലപ്പാലൊറിച്ച് കുടിക്കുന്ന കുഞ്ഞോമനെ ഉണ്ടല്ലോ, നാളെ ഒരു പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിൽ നിന്ന് നിപ്പിളാ കുഞ്ഞ് ചപ്പാൻ പോകുകയാണ്. നിന്നെ ഖബറിലേക്ക് മാറ്റാൻ പോകുന്നു മോളെ. ഇന്നണയോടൊപ്പം കിടക്കുന്ന സഹോദര, നാളെ നിന്നെ ഇതാ ഖബറിലേക്ക് മാറ്റാൻ പോവുകയാണ്. അടുത്ത ദിവസം നിന്റെ ഇണയുടെ കൂട്ടത്തിൽ മറ്റൊരു ഇണ വന്ന് കിടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഖബറിലേക്കുള്ളത് ഒരുക്കിക്കോ. ഇതൊക്കെ പരമാർത്ഥങ്ങൾ പറയാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവ്. ഇന്നത്തെ രാവിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോ നിങ്ങൾക്കും എനിക്കും ഗുണമുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മരിക്കൂലാത്തവരൊന്നും നടപ്പിലാക്കേണ്ട, മരിക്കുമെന്ന് ഭയപ്പെടുന്നവരൊക്കെ ഇന്നു മുതൽ ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ എല്ലാ ദിവസവും തബാറക്കല്ലദീ ഓതാനും അങ്ങനെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ പെടാനും ഈ മജ്ലിസിൽ ഒത്തുകൂടിയ നമുക്കെല്ലാം അല്ലാഹു തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചത്, കറവയില്ലാത്ത സാധനത്തിന്റെ പേര് മെച്ചിപ്പശു എന്നാണ്. അതിന് അറക്കലാണ്. ഗുണമില്ലാത്ത വർഗാണെന്ന് മനസ്സിലായല്ലോ. ബഹുമാനികളെ, ഈമാനില്ലാത്തതിന്റെ പേരാണ് മച്ചി. ഈമാനാണ് ബാഹ്യമായി കാണാത്തത്, ബാക്കിയൊക്കെ കാണാനുണ്ട്. തൊപ്പി കാണാം, തലപ്പാവ് കാണാം, നിസ്കാരത്തമ്പ് കാണാം, മക്കന കാണാം, സക്കാത്ത് കാണാം, നോമ്പ് കാണാം, ഹജ്ജ് കാണാം. കാണാൻ പറ്റാത്തത് പരിശുദ്ധമായ ഈമാനാണ്. അത് പുറത്ത് കാണാൻ പറ്റൂല. ഈ ഈമാൻ ബലഹീനമാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞെങ്കിൽ, ബലഹീനമായതിന്റെ ചില അടയാളങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. നബിത്തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ട് പറയുന്നു, ഈ സമുദായത്തിന് ഈ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ എല്ലാ ശത്രുതയും മറന്ന് ശത്രുക്കളെല്ലാം ഒരു സുപ്രയുടെ ചുറ്റും ഒത്തുകൂടുന്നത് പോലെ ഇതുങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒത്തുകൂടുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാം ഒത്തുകൂടുക. നിങ്ങള് ഇന്ത്യ രാജ്യത്ത് ഏത് രാജ്യത്തിന്റെ നേതാവ് വന്നാലും ഭരണാധികാരി വന്നാലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ വകുപ്പിൽപ്പെട്ടവര് കരാറ് വെക്കുന്നത് എന്താ? തീവ്രവാദം അമർച്ച ചെയ്യുന്നതിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. എവിടെ അങ്ങനെ തന്നെയാണ്. ആരാണടോ തീവ്രവാദി? കുരിശുമാലയിട്ട ക്രിസ്ത്യാനി തീവ്രവാദിയല്ല. രുദ്രാക്ഷമാലയും ചന്ദനക്കുരിയും തൂത്ത ഹിന്ദു തീവ്രവാദിയല്ല. കുടുമി വച്ചതായ യഹൂദൻ തീവ്രവാദിയല്ല. കാവി വസ്ത്രമെടുത്തതായ ബുദ്ധൻ തീവ്രവാദിയല്ല. നിസ്കാരത്തൈമും താടിയും തലപ്പാവുമുള്ള മുസ്ലിമേ, നിസ്കാരത്തൈമും പർദായും മക്കനായുമുള്ള മുസ്ലിമത്ത്, നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദികളാണ്, തീവ്രവാദികളാണ് അല്ലേ? അപ്പൊ തീവ്രവാദത്തെ അമർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ നശിപ്പിക്കുക. ഇന്നത്തെ വാർത്ത എന്താണ്? ഇന്നത്തെ വാർത്ത എന്താ? പരിശുദ്ധമാകുന്ന ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന ഫലസ്തീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഇസ്രായേലിന്റെ തലസ്ഥാനം മാറ്റാൻ അമേരിക്ക തീരുമാനമെടുത്തു. ടെല്ലവീവ് അല്ല ഇനി ഇസ്രായേലിന്റെ തലസ്ഥാനം, അത് ബൈത്തുൽ മുഖദ്ദസിൽ ഇരിക്കുന്ന ഭാഗമാണ്. എന്തിനാ മാനുകളെ? ട്രംപും ലോകത്തുനിന്ന് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും ഷൂജിയും 4 വ്യക്തിത്വങ്ങളാണ് ലോകത്ത് ഐക്യകണ്ഠേന ഒത്തുകൂടിയിരിക്കുന്നതിന് തീവ്രവാദം അമർച്ച ചെയ്യാൻ. അതവരെല്ലാ നിലയ്ക്കും അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും അവസാനിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങളാരും ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിവർക്കെല്ലാം അങ്ങോട്ട് വായിലേക്കിട്ട് തീർക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല, അതൊന്നും ഉണ്ടാവില്ല. ഇവിടെ മഹദീമാമ് വരുമെന്ന് നബിത്തങ്ങളുടെ പ്രഖ്യാപനമാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. പാറക്കല്ല് വിളിച്ചു പറയുന്നു, യാ മുസ്ലിം തആൽ വഫീ വറാഇ യഹൂദിയ്യിൻ ഫഖ്തുൽ. നബിത്തങ്ങൾ പറയാണ്, പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം കേട്ടിട്ട് മുസ്ലിം ഓടി ആ പാറക്കല്ലിന്റെ പുറകിലേക്ക് ചെല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ പുറകിൽ ഈ ഉമ്മത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ഇരിക്കുന്നുണ്ട്. ആരാണ് ഏറ്റവും വൈരാഗ്യമുള്ളവൻ? കാന അശദ്ദുന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. സമുദായത്തിനോട് ഏറ്റവും വൈരാഗ്യമുള്ളവൻ ജൂതനാണ്.
ഒന്നുമില്ല മാരികളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്കാരം ലോകത്ത് നിലനിന്നാൽ വികലമായ ജീർണിച്ച സംസ്കാരങ്ങൾക്ക് നിലനിൽപ്പില്ല. ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിനോട് സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന സംസ്കാരമാണ് യഹൂദ സംസ്കാരം. അപ്പൊ ഇസ്ലാം ഇവിടെ ഉണ്ടായാൽ യഹൂദന് നിലനിൽപ്പില്ല. അവരെ കശാപ്പ് ചെയ്യാൻ പാറക്കല്ല് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ബഹുമാനികളെ കൊലപാതകങ്ങൾ തീർന്നു എന്നൊക്കെയാ നമ്മൾ ധരിച്ചത്. സൂചിയുടെ അക്രമത്തോടുകൂടി അവസാനിച്ചു എന്നാ ധരിച്ചത്. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയായി എന്നാ നമ്മൾ ധരിച്ചത്. അല്ല, നബിയുനാ റസൂലുള്ളാഹി മാലയിലെ വള്ളി പൊട്ടിയാൽ എങ്ങനെയാണോ മുത്തുകൾ ക്രമമായി താഴേക്ക് വീഴുന്നത്, അപ്രകാരം ഈ സമുദായത്തിലേക്ക് മേലേക്ക് മേലേക്ക് മേലെ ഇങ്ങനെ അദാബുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാം ഒത്തുകൂടിയാണ്. എല്ലാ ശത്രുതയും മറന്ന് ജൂതനും നസാറയും ജന്മശത്രുക്കളാണ്. ജൂതൻ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് നസാറയാണ്, നസാറ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത് ജൂതനാണ്. പക്ഷേ മുസ്ലിമിനെ കശാപ്പ് ചെയ്യുന്ന വിഷയത്തിൽ ജൂതനും നസാറയും ഒന്നാണ്. മജൂസി പറയുന്നു 33 കോടി ദൈവങ്ങളാണ്, മുസ്ലിം പറയുന്നു ഒരു ദൈവമാണ്. ഇത്രമാത്രം അന്തരമുള്ള വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിമിനെ കശാപ്പ് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് പറയുന്നവൻ മറ്റേ വിശ്വാസത്തിനോട് യോജിപ്പുള്ളവനല്ല. ക്രിസ്തു വിശ്വാസത്തിനോട് യോജിപ്പില്ല, ജൂത വിശ്വാസത്തിനോട് യോജിപ്പില്ല. പക്ഷേ മുസ്ലിമിനെ കൊല ചെയ്യുന്നതിൽ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ട്രംപ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നതനുസരിച്ച് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് നെതന്യാഹു എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യണമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എല്ലാ ശത്രുതയും ഇവിടെ പ്രകടമാകുന്നത് മുസ്ലിം ഉമ്മത്തിനോടാണ്. മാറ്റം വരണം, മുകളിലേക്ക് പറയണം. പടച്ചോനോട് പറയണം. ഞാൻ അപ്പുറത്തെ സ്റ്റേജിൽ പറഞ്ഞതുപോലെ മോഡീനെ കുറ്റം പറഞ്ഞ അവന്റെ പുറകാണ് നട്ടൊന്നൊരു കാര്യമില്ല. യജമാനനോട് കാര്യം പറയണം. പടച്ചതമ്പരാനോട് പറയണം. ബഹുമാനികളെ, കശാപ്പുശാല തുറന്നിരിക്കുകയാണ്. ട്രംപ് കശാപ്പുകാരനാണ്, നെതന്യാഹു കശാപ്പുകാരനാണ്, സൂചി കശാപ്പുകാരനാണ്. ആ ലിസ്റ്റിലേക്കാണോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മുസ്ലിം ഉമ്മത്തിനെയാണ് അവർ ഉന്നം വയ്ക്കുന്നത്. അല്ലേ ബഹുമാനികളെ, ഇതിന് നമ്മൾ ട്രംപിന് പൊരുത്തപ്പെടിപ്പിക്കുന്ന ചെയ്യലല്ല വേണ്ടത്, നെതന്യാഹുവിന് സമ്മാനം കൊടുക്കലല്ല വേണ്ടത്, സൂചിക്ക് മാല ഇട്ട് കൊടുക്കലല്ല വേണ്ടത്, പിന്നെ ഇന്ത്യയുടെ ഭരണാധികാരിയുടെ പിറകെ അവനെ പൊരുത്തപ്പെടിപ്പിക്കലല്ല വേണ്ടത്. തമ്പുരാനോട് നമ്മൾ സങ്കടം പറയണം, പടച്ചോനോട് പറയണം. ഒരു ഇടവഴിയിലൂടെ നടന്നു വരികയാണ് ആര്? ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഒരു പട്ടി ഇടയ്ക്ക് നമ്മൾ ചാടി, പട്ടി ഇദ്ദേഹത്തിനെ കയറി കടിക്കുകയാണ്. ബിസ്താമി തങ്ങൾ കടിച്ചതായ പട്ടിയുടെ ചുണ്ടയിൽ കയറി കൂടി പിടിച്ചു. പട്ടിക്ക് ശൗര്യം കൂടി, മാന്തലായി. അപ്പൊ വായിൽ നിന്ന് വിട്ടിട്ട് കയ്യെ കയറി പിടിച്ചു. അപ്പൊ കടി കൂടി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ തളർന്നു, പരിപൂർണമായും രക്തമായി ശരീരമാകെ. അപ്പോഴാ മറ്റൊരാൾ നടന്നു വരികയാണ്. ചോദിക്കുന്നു, എന്താ സഹോദരായി കാണുന്നത്? സുഹൃത്തെ, ഞാനിതിനെ പോകുന്ന ഒരു വഴിപോക്കനാണ്, എന്നെ ഈ പട്ടി ആക്രമിക്കുകയാണ്. പട്ടിയെ ഞാൻ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉടനെ ആ വഴിപോക്കൻ പറഞ്ഞു, സഹോദരാ, നിങ്ങളെ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണല്ലോ. അതാ കാണുന്നത് പട്ടിയുടെ വീടാണ്. ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് പട്ടിയുടെ യജമാനനാണ്. ആ യജമാനനെ വിളിച്ച് പട്ടിയെ പിടിക്കാൻ പറ. ഇസ്ലാമി തങ്ങൾ തലപൊക്കി നോക്കിയപ്പോ വീടിന്റെ മുറ്റത്തൊരാള്, സഹോദരാ ഒന്ന് ഓടി വരണേ, ഈ പട്ടിയെ ഒന്ന് പിടിക്കണേ, എന്നെ ഇത് കടിച്ച് നാശമാക്കിയിട്ടിരിക്കുകയാണ്. യജമാനൻ ഓടി വന്നപ്പോൾ തന്റെ വളർത്തുനായ ഒരു വഴിപോക്കനെ കടിച്ച് തമ്പോറാക്കിയിട്ടിരിക്കുകയാണ്. വിളിച്ചു, ടൈഗർ കേറാ കൂട്ടിലെ. വാലാട്ടിക്കൊണ്ട് ആ പട്ടി കൂട്ടിലേക്ക് പോകുമ്പോൾ ബിസ്താമി തങ്ങളെ രക്തം തുടച്ചുകൊണ്ടിട്ട് ചിന്തിച്ചു, അല്ലാഹുവേ, ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇതാണല്ലോ മനുഷ്യരുടെയും അവസ്ഥ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷണത്തിനെ മറികടക്കാനും അതിജീവിക്കാനും എന്താണ് മാർഗം? ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പരീക്ഷണത്തിന്റെ വടമയാകുന്ന പടച്ചവനോട് സങ്കടം പറയാൻ സമൂഹം തയ്യാറാകുന്നില്ല. ട്രംപിനെ പൊരുത്തപ്പെടിപ്പിക്കാതെ, നെതന്യാഹുവെ പൊരുത്തപ്പെടിപ്പിക്കാതെ, സൂചിയെ പൊരുത്തപ്പെടിപ്പിക്കാതെ
എടോ പടച്ചവന്റെ ഭാഗത്തേക്ക് കൈവെക്കടോ. 3 മാസമായോ സൽമാൻ രാജാവ് ട്രിംബ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ പരിശുദ്ധമാകുന്ന സൗദിയിൽ ഹറമിൽ കൊണ്ടുവന്ന് സ്വീകരിച്ചിട്ട് 3 മാസമായോ? ഇന്ന് നേരം വെളുത്തപ്പോ സൽമാൻ രാജാവ് പറഞ്ഞു ട്രിംബ് ചെയ്തത് വല്ലാത്ത ധിക്കാരമാണ്. ട്രിമ്മിനെ കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്ത് ഏറ്റവും വലിയ പുരസ്കാരമൊക്കെ കൊടുത്ത് ആദരിച്ച് എന്തിനാന്നറിയോ? സൗദീനെയൊക്കെ രക്ഷിക്കും, ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് നിലയ്ക്കാം. ബൈത്തുൽ മുഖദ്ദിസിന്റെ എന്ന് പറഞ്ഞാണ് ട്രിംബ് രംഗത്ത് വന്നേക്കുന്നത്. ഇതല്ലാടോ സൽമാനെ ചെയ്യേണ്ടത്? ഇതല്ലാടോ മുസ്ലിം രാജ്യങ്ങളെ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുമിച്ച് മക്കത്തേക്ക് വാടോ, കഅബൻ തവാഫ് ചെയ്യടോ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കടോ, ഒരുമിച്ച് കൈവെക്കടോ. പടച്ചവനോട് പറ, തമ്പുരാനെ ഈ ഉമ്മത്തിനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി തുറന്നിരിക്കുന്ന കശാപ്പ് ശാലകൾ നീ അടപ്പിക്കണേ അല്ലാഹ്. പേപ്പട്ടിയാവുന്ന ട്രിംബിനെ പിടിച്ചു കെട്ട് റബ്ബേ, നരിയാകുന്ന നെതന്യാഹുവിനെ പിടിച്ചു കെട്ട് റബ്ബേ, അല്ലാഹുവേ കുറുനരിയാകുന്ന സൂചീനെ നീ പിടിച്ചു കെട്ട് റബ്ബേ, ഈ ഉമ്മത്തിനെ നീ രക്ഷിക്ക് റബ്ബേ.